Hi friends, once again welcome back to EduTutor IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG4 ജൂൺ 2010 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാം. ഇത് പാർട്ട് 2 ആണ്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിസ്ക്രൈബ് ദ ഇംഗ്ലീഷ് കോൺസോണൻസ് വിത്ത് എക്സാമ്പിൾസ്. English has 24 consonant sounds which are produced by obstructing or restricting the airflow in the vocal tract. These sounds are classified based on three main factors: place of articulation, where the sound is produced; manner of articulation, how the airflow is controlled; and voicing, whether the vocal cords vibrate. Out of the 24 consonants, 9 are voiceless, no vocal cord vibration, and 15 are voiced with vibration. 24 കോൺസോണൻറ്റ് സൗണ്ട്സുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കോൺസോണൻറ്റ് സൗണ്ട്സുകൾ നമ്മളുടെ വോയിസിൻ്റെ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ വോയിസ് ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശ്വാസം വലിക്കുന്നതും ശ്വാസം എടുക്കുന്നതും ഇതൊക്കെ ആയിട്ട് കോൺസോണൻറ്റ് സൗണ്ട്സിന് വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട്സ് അല്ലെങ്കിൽ കോൺസോണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് 3 മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഫ്ലോ അത് കൺട്രോൾ ചെയ്തിട്ടാണുള്ളത്. വോയിസിങ്, ഇവിടെ വോക്കൽ കോഡിലൊരു വൈബ്രേഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് ദ 24 കോൺസോണൻസ്, ഈ 24 കോൺസോണൻസിൽ 9 വോയിസ്ലെസ്സും 15 വോയിസ്ഡുമാണ്. Based on the manner of articulation, consonants are divided into several types. Plosives or stops are produced by completely blocking the airflow and then releasing it suddenly. Examples include P in pin, B in bin, T in tip, D in dip, K in cap, and G in gap. These sounds are very common in English and form the basic structure of many words. ഇവിടെ മാനർ ഓഫ് ആർട്ടിക്കുലേഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെവറൽ ടൈപ്സ് ഉണ്ട്. അതിൽ പ്ലോസീവ്സ് അല്ലെങ്കിൽ സ്റ്റോപ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ എയർ ഫ്ലോ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നിട്ട് സഡൻലി ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ എയർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് നമ്മളുടെ വോയിസിൻ്റെ ആ ഒരു എയർ, എന്നിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിൻ, ഭിൻ, ടിപ്പ്, ഈ എക്സാമ്പിൾസുകളൊക്കെ തന്നെ പറയുമ്പോൾ അതിൽ കാണുന്ന പി, ബി, ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ ലെറ്റേഴ്സ്, ഈ കോൺസോണൻസ്, ഇതുകളാണ് ഇവിടെ ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷനായിട്ട് നിൽക്കുന്നത്. ഫ്രിക്കേറ്റീവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് when air passes through a narrow passage, creating a friction sound. Examples include F in fan, V in van, S in sun, Z in zoo, Sh in ship, J അല്ലെങ്കിൽ R in measure, T in thin, D in then, and H in hat. These sounds are continuous and can be prolonged. ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് അത് എയർ പാസസ് ത്രൂ എ നാരോ പാസേജ്, നമ്മുടെ വോക്കൽ ട്രാക്റ്റിൽ ഒരു നാരോ പാസേജിൽ കൂടെ എയർ പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സുകളാണ് ഈ പറയുന്ന ഫാനിലെ എഫ്, അതുപോലെ വാൻ, വി, സൺ. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഈ എക്സാമ്പിൾസുകൾ these sounds are continuous and can be prolonged. Affricates are a combination of a plosive and a fricative. The sound begins with a complete closure and ends with friction. Examples are ch in chair and j, sh in jam. ഇവിടെ അഫ്രിക്കേറ്റ്സിൻ്റെ എക്സാമ്പിൾസുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ബിഗിൻസ് വിത്ത് എ കംപ്ലീറ്റ് ക്ലോഷറാണ്. അതിപ്പോൾ പറയുമ്പോൾ ച എന്ന് തുടങ്ങിയിട്ട് പിന്നെ ഷ് എന്നുള്ള വാക്കിലാണ്
ഈ ചെയർ ശരിക്കും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ജാമിലാണെങ്കിലും ജ്, ഷ് അങ്ങനെ 2 സൗണ്ട്സുകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Nasals are produced when the airflow passes through the nose. Examples include M in man, N in nap, and Ng in sing. These sounds are voiced and important in word formation. അടുത്തൊരു പോയിൻ്റാണ് നാസൽസിലൂടെ എയർഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ നോസിൽ കൂടെ എയർഫ്ലോ ചെയ്തുണ്ടാകുന്ന കോൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ എക്സാമ്പിൾസാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇതൊക്കെ വോയിസ്ഡ് ആണ്. In terms of voicing, consonants are classified as voiceless or voiced. Voiceless consonants such as P, T, K, F, S, Sh, T, Ch, H are produced without vocal cord vibration. Voiced consonants such as B, D, G, V, Z, Sh, D, Sh plus J, M, M, N, Ng, L, R, W, J involve vibration of the vocal cords. ഇവിടെ വോയിസ്ഡ് ആയിട്ടുള്ളതും വോയിസ്ലെസ് ആയിട്ടുള്ള കോൺസോണൻസ് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് അല്ല, അത് ഏതൊക്കെയാണ് വോയിസ്ഡ് ഏതൊക്കെയാണ് വോയിസ്ലെസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. Certain consonants are particularly important in learning English pronunciation. Dental fricatives th and th found in works like think and thus are often difficult for learners. Similarly, palatal fricatives sh and sh in ship and measure requires careful articulation. അതുപോലെ മറ്റ് 2 ഫ്രിക്കേറ്റീവ്സ് ആയിട്ടുള്ളത് ഡെൻ്റൽ ഫ്രിക്കേറ്റീവ്സും പലാറ്റൽ ഫ്രിക്കേറ്റീവ്സാണ്. ഇത് ഇംഗ്ലീഷ് കോൺസോണൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻസ് ലേൺ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് പലപ്പോഴും വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങളുമാണ്. ഇപ്പോൾ തിങ്ക്, ഇപ്പോൾ ദിസ് അതിൽ കൊടുത്തിരിക്കുന്ന ഡെൻ്റൽ ഫ്രിക്കേറ്റീവ്സ്, പിന്നെ ഷിപ്പിലെ ഷേന് പകരം കൊടുത്തിട്ടുള്ളത്, പിന്നെ ഇവിടെ മെഷർ അവിടെ ഷ് ഴും കൂടി കൂടുന്ന ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ഇൻ കൺക്ലൂഷൻ, ഇംഗ്ലീഷ് കോൺസോണൻറ്റ്സ് ആർ സിസ്റ്റമാറ്റിക്കലി ക്ലാസിഫൈഡ് based on articulation and voicing. Understanding these categories helps learners improve pronunciation and develop clearer spoken English. ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് കോൺസോണൻസ് പഠിക്കുക എന്നത് വെറുതെ ഇതൊരു പഠിക്കാനായിട്ട് പഠിക്കുന്നതല്ല. ശരിക്കും ഫോർ ആർ ഡെയിലി ലൈഫ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോലും നമുക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഈ കോൺസോണൻസിൻ്റെ സൗണ്ട്സ് പഠിക്കുന്നത്. കാരണം അത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഡിഫറെൻറ്റ് സെൻറ്റൻസ് ടൈപ്സ് ഇൻ ഇംഗ്ലീഷ് വിത്ത് എക്സാമ്പിൾസ്. In English, sentences are classified in 2 main ways, by function and by structure. This classification helps us understand how sentences convey meaning and how they are formed. ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് രണ്ട് വേസിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഫങ്ഷൻ, 2 സ്ട്രക്ചർ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസസിനൊരു മീനിങ്ങും അതുപോലെ തന്നെ
അതൊന്ന് ഫോം ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സെൻറ്റൻസ്. കുറേ വേർഡ്സുകൾ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് അത് ആ വേർഡ്സുകളൊന്ന് ഫോർമുലേറ്റ് ചെയ്ത് ഒരു ഫോം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സെൻറ്റൻസ് ടൈപ്സ് ബൈ ഫങ്ഷൻ. Declarative sentences, statements. These sentences provide information, state facts, or express opinions. They usually end with a full stop. Example, the earth revolves around the sun. Such sentences are the most common in everyday communication. സെൻറ്റൻസ് ടൈപ്സ് ബൈ ഫങ്ഷനിൽ 4 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇത് ഇൻഫർമേഷൻ നൽകാനും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫാക്ട്സുകളോ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനോ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കാറുള്ളത്. ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും കൊടുക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അതിൽ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ദീസ് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ടിപ്പിക്കലി ഈവൻ എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. എക്സാമ്പിൾ, ഡിഡ് യു സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ഓൺ ടൈം? They may begin with auxiliary verbs do, did, is or WH words what, why, how. അപ്പോൾ രണ്ടാമത്തെ ഒരു തരം സെൻറ്റൻസ് ആണ് ഇൻറ്ററോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്ന ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ ഓക്സിലറി വേർബ്സുകളാണ് യൂഷ്വലി സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ്. ഇമ്പerative sentences, commands or request. These sentences give instructions, commands, advice or request. The subject is often implied you. Example, please pass the salt. They can end with a full stop or an exclamation mark depending on tone. അടുത്തൊരു സെൻറ്റൻസ് പാറ്റേൺ ഇമ്പerative സെൻറ്റൻസ് ആണ്. അത് കമാൻഡ്സുകളും റിക്വസ്റ്റുകളൊക്കെയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതാവുന്നതാണ്. ഇതിൽ കൂടുതലായിട്ടും കമാൻഡ്, അഡ്വൈസ്, റിക്വസ്റ്റ് ഒക്കെയാണ് വരുന്നത്. ലാസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്കും ഇവിടെ നമ്മൾ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അവിടെ എക്സ്പ്രഷൻസ് ഓഫ് ഇമോഷൻ. ദീസ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിംഗ്സ് സച്ച് എ സർപ്രൈസ്, ജോയ് ഓർ ആങ്കർ ആൻഡ് എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സാമ്പിൾ, വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് ഇറ്റ് ഈസ്. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് തന്നെയായിരിക്കും കൊടുക്കുക. അത് നമ്മുടെ ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സെക്കൻഡ് വൺ, സെൻറ്റൻസ് ടൈപ്സ് ബൈ സ്ട്രക്ചർ. അപ്പോൾ മറ്റൊരു രീതിയാണ് സെൻറ്റൻസ് ടൈപ്സിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. എക്സാമ്പിൾ, ഷീ സാങ്. ഇതിലും 4 ടൈപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ സെൻറ്റൻസ്. ഇതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമാണ് യൂസ് ചെയ്യുക. ഷീ സാങ്, അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആകുന്നത്. സെക്കൻഡ് വൺ, കോമ്പൗണ്ട് സെൻറ്റൻസ് contains 2 or more independent clauses joined by conjunctions like and, but, or. Example, I wanted to go but it was raining. രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇവിടെ കണ്ടെയ്ൻസ് 2 or 3 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ഇവിടെ കാണാം. പിന്നെ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്, ഈ സെൻറ്റൻസുകൾ ജോയിൻ ചെയ്യുന്നത് എപ്പോഴും കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. തേർഡ് വൺ, കോംപ്ലക്സ് സെൻറ്റൻസ് contains 1 independent clause and at least 1 dependent clause. Example, he left before I arrived. കോംപ്ലക്സ് സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും പിന്നെ ഒരു ഡിപെൻഡൻറ്റ് ക്ലോസും ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്
contains two or more independent clauses along with one or more dependent clauses. Example, I went home after the meeting and I completed my work. ഇവിടെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് അതിൽ കാണാൻ സാധിക്കുന്നത് രണ്ടോ അല്ലെങ്കിൽ അധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. അലോങ് വിത്ത് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളും കാണാൻ സാധിക്കും. കൺക്ലൂഷൻ: ഇംഗ്ലീഷ് സെൻറ്റൻസസ് vary in function and structure. Understanding these types helps in forming clear, meaningful and grammatically correct sentences in both spoken and written communication. Next question. Discuss the consequences of bilingualism for the individual, society and languages. Consequences of bilingualism for the individual, society and languages. Bilingualism, the ability to use two languages proficiently, is an important concept in MEG 4. Modern linguistic studies view bilingualism as an enriching and enabling phenomena rather than a limitation. Its consequences can be understood at three levels: the individual, society and language. ബിലിംഗ്വലിസം എന്ന് പറയുന്നത് ഒന്നിലധികം ലാംഗ്വേജസ് ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ, സൊസൈറ്റി ആൻഡ് ലാംഗ്വേജ്, ഈ മൂന്ന് ആസ്പെക്ട്സുകളിലും എങ്ങനെയാണ് ഈ ബിലിംഗ്വാലിസം വർക്ക് ആകുന്നത്. അതുപോലെ തന്നെ മോഡേൺ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് പറയുന്നത് ബിലിംഗ്വാലിസം അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷകൾ അറിയുന്ന ഒരു വ്യക്തിക്ക് അത് ഒത്തിരി അധികം സഹായകരമാണ്, അല്ലെങ്കിൽ അതൊരു എൻറിച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. At the individual level, bilingualism brings several cognitive and social advantages. Bilingual individuals often show improved mental flexibility and multitasking ability because they constantly manage two linguistic systems. This strengthens executive control, helping them switch attention and ignore distractions more effectively. Another major benefit is the development of cognitive reserve, which can delay the onset of age-related conditions such as dementia and Alzheimer's diseases. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ബിലിംഗ്വാലിസം മുഖേന. എസ്പെഷ്യലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഭാഷകൾ അറിയുന്നത് ആ വ്യക്തിയുടെ മെൻ്റൽ ഫ്ലെക്സിബിലിറ്റിയിലും ഒത്തിരി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് എബിലിറ്റി, അല്ലെങ്കിൽ ഒന്നിലധികം പ്രവർത്തികൾ ചെയ്യാനായിട്ടും ആ വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ഒരു കഴിവും കൂടി ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. അതുപോലെ അറ്റൻഷൻ, ശ്രദ്ധ കൂടുതലും ഡിസ്ട്രാക്ഷൻസ് കുറവുമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളിൽ. പിന്നെയെന്ന് പറയാനായിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം അസുഖങ്ങൾ, രോഗങ്ങൾ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് പോലെയുള്ള ഓർമ്മക്കുറവ് അത് ഒരു പരിധി വരെ കുറവായിരിക്കും ഒന്നിലധികം ലാംഗ്വേജ് അറിയുന്ന വ്യക്തികളിൽ. Bilingualism also have enhanced metalinguistic awareness, meaning they understand how language works and can compare different grammatical structures. Socially, bilingual individuals tend to be more open-minded, culturally sensitive and adaptable, as they can interact with diverse communities. However, there are some challenges. Bilinguals may have a smaller vocabulary in each language compared to monolinguals and may sometimes experience slower word recall. അതുപോലെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിലായാലും ഈ പറയുന്ന ബിലിംഗ്വൽ പീപ്പിളിന് ഒന്നിലധികം ഭാഷകൾ അവരുടെ ആ രണ്ട് ഭാഷകളിലെയും വൊക്കാബുലറീസ് ആവട്ടെ, ഗ്രാമർ ആവട്ടെ, എല്ലാം തന്നെ അതിൻ്റെ ഡിഫറൻസസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. സോഷ്യലി നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ മലയാളികളാണ്, മലയാളം മാത്രം അറിയൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അറിയില്ല, ഒരു പരിധി വരെ ചിലരിലെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട്, മറ്റുള്ള ലാംഗ്വേജ് വ്യക്തികളുമായിട്ട് ഇടപഴകാനായിട്ട്. അതേസമയം ഒന്നിലധികം ഭാഷ അറിയുന്നവർക്ക് കൂടുതൽ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കും.
കാരണം അവർക്ക് ആ ലാംഗ്വേജുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. പിന്നെ കൾച്ചർ സെൻസിറ്റീവ്, വേറെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക എളുപ്പമുള്ള വ്യക്തികളായിരിക്കും ഈ ബിലിംഗ്വൽ ആൾക്കാർ. അതേസമയം അവർക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചസും ഉണ്ട്. അത് ഒരു ഭാഷ മാത്രം അറിയുന്ന അല്ലെങ്കിൽ മോണോലിംഗ്വൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഭാഷയിൽ നല്ലതുപോലെ സംസാരിക്കാനും അതുപോലെ ഗ്രാമർ ആവട്ടെ അങ്ങനെ കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതേസമയം ബിലിംഗ്വൽ വ്യക്തികൾക്ക് രണ്ട് ഭാഷകളിലും കുറേശ്ശെ വൊക്കാബുലറീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മോണോലിംഗ്വലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വൊക്കാബുലറി ആവട്ടെ, പ്രൊനൗൺസിയേഷൻ ആവട്ടെ, ഗ്രാമർ ആവട്ടെ എല്ലാം കുറച്ച് കുറവായിരിക്കും അറിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഭാഷകളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും കുറച്ചറിയും, ഇതിൽ നിന്നും കുറച്ചറിയും അങ്ങനെ. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴാകട്ടെ ചിലപ്പോഴെങ്കിലും ഒരു മിക്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷയും ഈ ഭാഷയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെ ചിലപ്പോഴെങ്കിലും വേർഡ്സ് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. സംസാരിച്ചു കൊണ്ടേയിരിക്കെ വേർഡ്സ് റീകോൾ ചെയ്യുകയാണ്. കാരണം മറ്റേ ലാംഗ്വേജ് ഈ ലാംഗ്വേജിൻ്റെ ഇടയിൽ മൈൻഡിൽ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട്. At the societal level, the effects of bilingualism depend on whether it is additive or subtractive. In additive bilingualism, the second language is learned without replacing the first, leading to enrichment and balance. In subtractive bilingualism, the dominant language may replace the native language, especially in minority communities. Bilingual societies often develop diglossia where one language, high variety, is used in formal contexts like education and administration, while another, low variety, is used in daily communication. ഈ ബിലിംഗ്വലിസം സൊസൈറ്റൽ ലെവൽ നോക്കുകയാണെങ്കിൽ അഡിറ്റീവും സബ്ട്രാക്റ്റീവുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഡിറ്റീവ് ബിലിംഗ്വലിസം എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെ അറിഞ്ഞുകൊണ്ടിരിക്കെ മീൻസ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഈസ് ലേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മളെ നേറ്റീവ് ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനിടയിലാണ് നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് അഡിറ്റീവ് ബിലിംഗ്വലിസം എന്ന് പറയുക. അത് നമുക്ക് ഒരു ബാലൻസ് തരാനായിട്ട് അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ് തരാനായിട്ട് സഹായകരമാണ്. അതേസമയം സബ്ട്രാക്റ്റീവ് ബിലിംഗ്വലിസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലാംഗ്വേജ് ഡോമിനൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോൾ, സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോൾ ആ ഫസ്റ്റ് ലാംഗ്വേജ് മറക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അധികം യൂസ് ചെയ്യുന്നില്ല, അത് നെഗ്ലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുപോലെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഫോമലായിട്ടും ചിലപ്പോഴൊക്കെ ഇൻഫോമലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ലാംഗ്വേജസ് ഇപ്പോൾ ലൈക്ക് ഇംഗ്ലീഷ് നമ്മൾ ഫോമലായിട്ടാണ് യൂസ് ചെയ്യുക. എപ്പോഴും അല്ല ഞാൻ പറയുന്നത്, ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും ഫോമലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓഫീസ് യൂസുകൾക്ക് അങ്ങനെ ഹൈ വെറൈറ്റിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലും എഡ്യൂക്കേഷൻ ലെവലിലൊക്കെയാണ് നമുക്ക് ഈ സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതേസമയം ഫസ്റ്റ് ലാംഗ്വേജ് നമുക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Bilingualism also promotes cultural integration and the formation of hybrid identities, enabling individuals to connect different cultures. However, it can also create power imbalances as certain languages like English in India are associated with prestige and opportunity, sometimes leading to the neglect of native languages. Educational policies play a key role in shaping these outcomes by either supporting bilingual education or encouraging linguistic assimilation. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിലിംഗ്വലിസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റുള്ള കൾച്ചറുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇടപഴകാനായിട്ട് സാധിക്കും.
അതേസമയം ചില ലാംഗ്വേജസ് സുപ്പീരിയോറിറ്റി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിന് മേലെ മറ്റൊരു ലാംഗ്വേജ് വരുന്നൊരവസ്ഥയാണ്. അപ്പോഴൊക്കെ ഇപ്പോൾ നമ്മളൊരു പുതിയ ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങി, അപ്പോൾ നേറ്റീവ് ലാംഗ്വേജ് പലപ്പോഴും മറക്കാനുള്ള ഒരു സാധ്യതകളും കൂടി അവിടെ കാണുന്നുണ്ട്. ഈ ബിലിംഗ്വൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഈ പറയുന്ന ബിലിംഗ്വൽസത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത്. At the language level, bilingualism leads to interaction between languages known as languages in contact. One common result is code switching, alternating between languages, and code mixing, blending elements of both languages, which are widely observed in multilingual societies. Bilingualism can also cause language shift and language attrition, where speakers gradually lose proficiency in their first language if it is not valued socially. ഇവിടെ ലീഡ്സ് ടു ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജസ് നോൺ ആസ് ലാംഗ്വേജസ് ഇൻ കോണ്ടാക്ട്. ഒരു ലാംഗ്വേജസ് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒന്നിലധികം ലാംഗ്വേജുകൾ അറിയുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആകാനുള്ള ഒരു സാധ്യതയാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കോഡ് സ്വിച്ചിങ്ങും കോഡ് മിക്സിങ്ങും ഒക്കെയാണ്. കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സംസാരിച്ചു കൊണ്ടേയിരിക്കെ മറ്റൊരു ലാംഗ്വേജ് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജ് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോഡ് മിക്സിങ് എന്ന് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് സംസാരിക്കുക മറ്റൊരു ലാംഗ്വേജ് കയറി വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം പിന്നെ കോഡ് ഷിഫ്റ്റ് ഉണ്ട്. അത് ലാംഗ്വേജ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് പാറ്റേൺ തന്നെ ഒരു ലാംഗ്വേജ് സംസാരിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ആ ലാംഗ്വേജ് അവിടെ കട്ട് ചെയ്തിട്ട് മറ്റൊരു ലാംഗ്വേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ പലപ്പോഴും നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കുറയുകയാണ് ചെയ്യുക. സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കും നമ്മളിവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. In extreme cases, this may lead to the disappearance of a language. On the positive side, language contact results in enrichment as languages borrow vocabulary, expressions, and structures from each other, making them more dynamic and expressive. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോഴൊക്കെ ലാംഗ്വേജുകൾ മറന്നു പോകാനായിട്ട് ഡിസപ്പിയർ ആകാനുള്ള സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ മലയാളികളാണ്, മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുക, നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് എവിടേക്കെങ്കിലും ട്രാൻസ്ഫറോ മറ്റോ ഉണ്ടായി അവിടെ നമ്മൾ സെറ്റിലാവുകയാണെങ്കിൽ പിന്നെ മലയാളത്തിൻ്റെ യൂസ് കുറഞ്ഞു വന്ന് അവസാനം ആ ഒരു ലാംഗ്വേജ് തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി വരാറുണ്ട്. അതേസമയം നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം എൻറിച്ച്മെൻറ്റ് നൽകുന്ന ഒന്നാണ് ഒന്നിലധികം ലാംഗ്വേജ് അറിയുക എന്ന് പറയുന്നത്. നമ്മൾ വൊക്കാബുലറീസ് ബോറോ ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻസ്, സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ തന്നെ ഒന്നിലധികം ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നമ്മൾ മറ്റു ഭാഷകളിൽ നിന്നും ബോറോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. In conclusion, bilingualism has far-reaching consequences. It enhances cognitive abilities and cultural awareness in individuals, shapes social structures and identities, and influences the development of interaction of languages. Overall, it is a powerful and enriching aspect of human communication. അപ്പോൾ കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ബിലിംഗ്വാലിസത്തിന് രണ്ട് തരത്തിലായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ എന്ന് പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് അത് നമ്മൾ മറ്റേ നേറ്റീവ് ലാംഗ്വേജ് മറന്നു പോകാനുള്ള സാധ്യത, അതുപോലെ ലാംഗ്വേജ് മിക്സ് ചെയ്യുന്ന ഒരവസ്ഥ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതേസമയം ബിലിംഗ്വാലിസം ഉള്ളത് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്? Give account of the various stages in the standardization of English. A standard language is a variety of language that has undergone the process of standardization, where its grammar, vocabulary, and spelling are codified and fixed. It is considered the prestigious forms of the language and is used in formal domains such as education, government, administration, media, and literature.
A standard language acts as a unifying force within a speech community by providing a common and accepted mode of correct usage. However, it is important to note that it is not a naturally superior form, but one that has been socially and historically developed and maintained. ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൻ്റെ പ്രോസസ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷനാണ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ് ഇതെല്ലാം തന്നെ കോഡിഫൈഡ് ചെയ്തതും ഫിക്സ്ഡുമായിട്ടുള്ളതാണ്. ഒരു ലാംഗ്വേജിൻ്റെ പ്രസ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ലാംഗ്വേജ് ഫോം ചെയ്തിട്ടുള്ള രീതികൾ തന്നെയാണ്. ഇത് എസ്പെഷ്യലി നമുക്ക് അങ്ങനെ വലിയൊരു ഫോം ചെയ്തിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷനായിട്ടുള്ള ഈ ലാംഗ്വേജ് സിസ്റ്റം കാണാൻ സാധിക്കുക എഡ്യൂക്കേഷൻ, ഗവൺമെൻറ്, അഡ്മിനിസ്ട്രേഷൻ, മീഡിയ, ലിറ്ററേച്ചർ ഇതിലൊക്കെ തന്നെയാണ്. അതേസമയം ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇതുപോലെ രൂപീകരിക്കുന്നതിനായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന ആ സംസാര രീതി തന്നെ ഇതിന് സോഷ്യലി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. The standardization of English followed four major stages as outlined by Einar Hogan. The first stage is selection. This involves choosing one dialect from among many to become the standard. In the case of English, the East Midlands dialect, particularly the variety spoken in London, was selected. This choice was influenced by London's importance as a political, economic, and cultural centre. As a result, this dialect gained prestige over others. ഐനർ ഹോഗൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു സ്റ്റാൻഡർഡൈസേഷനായി അദ്ദേഹം പഠിച്ചപ്പോൾ 4 വിഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് സെലക്ഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഡയലക്റ്റ്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ ഒരു ഭാഷ, ഒരു ഭാഷ തന്നെ പല റീജിയണിലും വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഇവിടെ അദ്ദേഹം സെലക്ട് ചെയ്തത് ലണ്ടനാണ്. ലണ്ടനിൽ ഒരേ ലാംഗ്വേജ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള സംസാരം രീതികളുണ്ടായിരുന്നു. ലണ്ടനിൽ പല റീജിയനിലായിട്ട് പല രീതിയിലായിരുന്നു ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇംഗ്ലീഷാണ് അവിടെ സംസാരിച്ചിരുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. അപ്പോൾ ഈസ്റ്റ് മിഡ്ലാൻഡിലെ ഡയലക്റ്റാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഇനി ഈ ഒരു കാര്യം ഇവിടെ ഡയലക്റ്റിന് കൂടുതൽ പ്രസ്റ്റേജാണ് ലഭിക്കുന്നത്. The second stage is codification, where the rules of the language are fixed. This includes standardizing spelling, grammar, and vocabulary. A major development in this stage was the introduction of the printing press by William Caxton in 1476, which required uniform spelling for printed text. Later, important works such as A Dictionary of the English Language by Samuel Johnson and grammar books like those by Robert Loth helped establish fixed norms for correct usage. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കോഡിഫിക്കേഷനാണ്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക സ്പെല്ലിംഗ്, ഗ്രാമർ, വൊക്കാബുലറി ഇതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന രീതികളാണ്. ഇത് നമുക്ക് വന്നത് തന്നെ പ്രിൻറ്റിംഗ് പ്രസ് ബൈ വില്യം കാക്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം. ഇത് 1476 വില്യം കാക്സൺ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് കൂടുതലായിട്ടും സ്പെല്ലിങ്സുകളുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് വരാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയുടെ ഒരു ഇൻട്രൊഡക്ഷനും ഇതിന് വലിയ സഹായകരമായിട്ടുണ്ട്. റോബർട്ട് ലോത്ത് ഗ്രാമർ ബുക്സുകൾ ഇറക്കിയിരുന്നു. അതും ഇംഗ്ലീഷ് ഈ പറയുന്ന കോഡിഫിക്കേഷന് യൂസ് ചെയ്തിട്ടുണ്ട്. The third stage is elaboration of functions. At this stage, the language is developed to serve a wide range of purposes, include science, literature, law, and education. English gradually replaced Latin and French in official and literary context. Writers like William Shakespeare
enriched the language by expanding its vocabulary and expressive capacity, enabling it to handle complex and abstract ideas. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് എലാബറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എലാബറേഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് കൂടുതലായിട്ടും സയൻസ്, ലിറ്ററേച്ചർ, ലോ, എഡ്യൂക്കേഷൻ ഇതിൻ്റെയൊക്കെ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കുക. ലാറ്റിൻ, ഫ്രഞ്ച് ഇതൊക്കെ ഇംഗ്ലീഷ് ഗ്രാജ്വലി റീപ്ലേസ്ഡ് ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച്. അപ്പോൾ ലാറ്റിനും ഫ്രഞ്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ലിറ്റററി കോണ്ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് പിന്നെ അതിനൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് തുടങ്ങി. വില്യം ഷേക്സ്പിയർ, അദ്ദേഹം ഗ്രേറ്റ് റൈറ്ററാണ്. അദ്ദേഹമൊക്കെയാണ് ഇതിന് കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ വൊക്കാബുലറിയിൽ ആകട്ടെ എക്സ്പ്രസീവായിട്ടുള്ള കുറേ അധികം ആസ്പെക്ട്സുകളിൽ വില്യം ഷേക്സ്പിയർ പോലെയുള്ള ധാരാളം റൈറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. The final stage is acceptance. This is when the standardized form is widely accepted by society as a correct and proper variety. Through the spread of education, printing and later media, standard English gained recognition and prestige. It becomes the accepted norm, while other regional dialects were often viewed as non-standard. ഇതിലെ ഫൈനൽ സ്റ്റേജാണ് അക്സെപ്റ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജിലൊരു ഫോം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മളിപ്പോൾ കണ്ടു 3 സ്റ്റേജുകളായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഫോർമേഷൻ. അപ്പോൾ ഇതിന് ശേഷം ഫൈനൽ സ്റ്റേജ് അക്സെപ്റ്റൻസിൽ വരുമ്പോൾ ഈ പറയുന്ന ലാംഗ്വേജിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകാനും ഇത് എഡ്യൂക്കേഷൻ, പ്രിൻറ്റിങ്, മീഡിയ അങ്ങനെ ഈ ഒരു കാര്യങ്ങളിൽ കൂടെയൊക്കെയാണ് ഇതിനൊരു പ്രസ്റ്റീജ് ഉണ്ടാകാൻ തന്നെ കാരണം. അതിനുശേഷമാണ് ജനങ്ങൾ പലരും ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന മേഖലകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനും തുടങ്ങിയത്. അതേസമയം ഓൾറെഡി ഡയലക്റ്റുകളിൽ നമ്മളൊരു പർട്ടിക്കുലറായിട്ടുള്ള ഡയലക്റ്റ് എടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റാൻഡർഡൈസേഷൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റുള്ള ഡയലക്റ്റുകളിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള റീജിയനിൽ തന്നെ പല രീതിയിലും ഈ പറയുന്ന ലാംഗ്വേജ് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകളൊക്കെ തന്നെ നോൺ സ്റ്റാൻഡേർഡ് തന്നെയായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി മനസ്സിലാക്കി തരാം. ഇപ്പോൾ മലയാളം ഭാഷയാണെന്ന് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ പല ഡയലക്റ്റുകളുണ്ട്. പല റീജിയണിലും മലയാളം പല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിൽ ഒരു ഡയലക്റ്റ് മാത്രം വെച്ചാൽ ഒരു സ്ഥലത്തെ ആ മലയാളം സംസാരിക്കുന്ന രീതി മാത്രം എടുത്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നത്. അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാഷയിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അത് നോൺ സ്റ്റാൻഡേർഡ് തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലാവട്ടെ, ഈ പറയുന്ന പ്രിൻറ്റിങ്ങിലാവട്ടെ, മീഡിയയിലാവട്ടെ, നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയല്ല നമ്മൾ എഴുതുന്നത് എഡ്യൂക്കേഷനിലൊക്കെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. In conclusion, a standard language is a socially accepted and codified variety used for formal purposes. The standardization of English was a gradual and organic process shaped by social, political, and cultural processes rather than strict institutional control. അപ്പോൾ ഈ പറയുന്ന കൺക്ലൂഡ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ടായിരിക്കും ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോളിൽ വളർന്നു വന്നതല്ല, മറിച്ച് സോഷ്യലി, പൊളിറ്റിക്കലി, കൾച്ചറലി ഒക്കെയാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.